ഹായ്, എല്ലാവർക്കും അമ്മാസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് ഞങ്ങൾ കരുതണം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതായത് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ പയറ് നേർപ്പിച്ചുണ്ടാക്കുന്ന ഒരു കറി. അത് പുട്ടിൻ്റെ കൂടെ കാണിച്ചപ്പോൾ ഒത്തിരി പേര് പയറ് കറിയെ പറ്റി ചോദിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് അതാണെന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. പുട്ട് നേരത്തെ കാണിച്ചതാണ്. പുട്ടിൻ്റെ ഒപ്പമുള്ള വൻപയറ് മത്തങ്ങ ചേർത്തുള്ള പയറ് കറി. അപ്പം നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നു കളയാം. പുട്ടിൻ്റെ ഒപ്പം മാത്രമല്ല, കഞ്ഞിയുടെ ഒപ്പവും ഇത് വളരെ രുചികരമാണ്. അതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ്. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുമെന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട്. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോയി അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം കേട്ടോ. ഇന്ന് നമ്മളില്ലേ അരിപ്പൂട്ടുണ്ടാക്കുമ്പോൾ ഒരു പയറുകറി ഉണ്ടാക്കാറില്ലേ നമ്മൾ? ആ പയറുകറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതിനായിട്ട് ഇത് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഈ കുനുകുനുന്നുള്ള പയറാട്ടോ, ഉണക്കപ്പയറ്. ഈ പയറ് ഒരു 10-20 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി. എന്നാന്ന് വെച്ചാൽ കുതിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വേവ് പിന്നെ ഒരുപാട് വേവില്ല അതിന്. കുതിർത്തിയേച്ച് വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ ഒരു 20 മിനിറ്റോളം ഞാനിത് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇനി നമുക്ക് ഈ വെള്ളം കഴുകി വാരിയേച്ച് കുക്കറിലിട്ട് വേവിക്കാം. നമ്മൾ ഈ പയറ് വേവിക്കുമ്പോൾ അറിയാലോ അതിൻ്റെ കൂടെ ചെയ്യണത്. സാധാരണ മത്തങ്ങയില്ലേ, കറിക്കൊക്കെ എടുക്കണ മത്തങ്ങ, ആ മത്തങ്ങയുടെ ഒരു കുഞ്ഞു പീസ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ച് പയറിന്റെ കൂടെ ഇട്ട് വേവിക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങ ഇട്ട് വേവിച്ച് കഴിയുമ്പോൾ പയറിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത് മാത്രമല്ല, ഒരു കുറുകലും ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പയറ്? പയറ് നമ്മള് പുട്ടിനുണ്ടാക്കണ പയറിനാണ് ഈ മത്തങ്ങ ചേർക്കണേ. അതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവിയോട് കൂടി നമ്മള് ചാറായിട്ടല്ലേ എടുക്കണേ, അതിനു വേണ്ടി. അതുകൊണ്ടാണ് ഇതിന് മത്തങ്ങ ചേർക്കണം. ഗ്രേവിയും കുറച്ച് കുറുകലും പിന്നെ ഒരു ചെറിയ സിറപ്പ് പോലെയൊക്കെ ഉണ്ടാവും. നമ്മളപ്പോ ചെയ്യുമ്പോ അങ്ങനെയാണല്ലോ സാധാരണ ചെയ്യണം. പിന്നെ അതിന് പാകത്തിനുള്ള ഉപ്പിട്ട് നമ്മൾ ആദ്യം പയറ് വേവിക്കണം മത്തങ്ങയോട് കൂടി. നമ്മൾ ഈ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വടിച്ചാണ് പയറെടുത്തേക്കണം. അപ്പൊ നമുക്ക് ചാറും കൂടെ ആവശ്യമുള്ളത് കൊണ്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം കേട്ടോ. വേവിക്കാം. ഈ വെള്ളം അങ്ങ് കളഞ്ഞേച്ച് കുക്കറിലേക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കാണിക്കാം. ഒന്നിച്ച് വെച്ചാ വേവിക്കണത്. അതായത് വെള്ളം ഊറ്റിക്കൊണ്ട് വരട്ടെ കേട്ടോ. നമ്മളിതേ വെള്ളം ഊറ്റിക്കൊണ്ട് വന്ന പയറിന്റെ മത്തങ്ങ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ഏതായാലും 2 സ്പൂൺ വേണ്ട, 1.5 ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കൊലത്താൻ നേരത്ത് നോക്കി വെച്ച് ചെയ്യാം. ഉപ്പ്. പിന്നെ ഇതിനൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം നമുക്ക്. ചാറ് വേണം അതിനകത്തെ കൊണ്ട്. 3 ഗ്ലാസ്. 1 ഗ്ലാസ് പയറാട്ടോ ചേർത്തേക്കണത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം. പച്ചവെള്ളം. പച്ചവെള്ളം, സാധാ പച്ചവെള്ളം. ചാറ് വേണമല്ലോ നന്നായിട്ട്. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഇതിന്റെ. പിന്നെ നമുക്ക് വേവിച്ചിട്ട് പിന്നെ ഒലത്തലല്ലേ, നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഇതിലേക്ക് വെക്കാം. നമ്മൾ കുക്കറിൽ ഇതേ എല്ലാ സംഗതികളും ഇട്ടു. ഇനി ഇത് നമ്മൾ അടച്ചു വെക്കാം. വാഷറൊക്കെ ഇട്ട് അടയ്ക്കാൻ പോവാണ്. നമ്മൾ കുറച്ച് പയർ വേവിക്കണോണ്ട് നമ്മുടെ ചെറിയ കുക്കറാണ് എടുത്തേക്കണം. 3 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തേക്കണത് കേട്ടോ. PG അല്ല, നമ്മൾ ഓൺലൈനിൽ മേടിച്ചത്. ഓർക്കണില്ലേ? നീയല്ലേ ബുക്ക് ചെയ്തതാ. ഇനി നമുക്ക് ഫ്ലെയിം അല്ല, ഇപ്പൊ നമ്മള് ഫുൾ ഫ്ലെയിമിൽ ഓൺ ചെയ്തേക്കണം. ഇതിൽ വെയിറ്റ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം. ഫുള്ളിൽ കിടന്ന് ചെയ്ത് കഴിഞ്ഞാൽ അറിയാലോ, വെള്ളം വറ്റി പോവും, സാധനം വേവൂല. അങ്ങനെ. അപ്പൊ ഇനിയിപ്പൊ എയർ വരട്ടെ, അങ്ങനെ വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. എത്ര വിസിൽ വരെ നമ്മൾ നോക്കി? വിസിൽ ഒരു 4 വിസിൽ കഴിയുമ്പോ നമുക്ക് ഓഫ് ചെയ്തിട്ട് അതിലിരുന്ന് വേവട്ടെ. കുറച്ച് ഗ്രേവി വേണം നമുക്ക്. അതാ. അത് ശരി, അത് നമുക്ക് നോക്കാം. അത് നമുക്ക് നോക്കാം. എന്നിട്ട് ആയില്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. മതി. മൊമ്മ എയർ വന്നല്ലോ. എയർ വന്നേ. വെയിറ്റ് ഇടാൻ പോവാട്ടോ. നോക്കിക്കോട്ടെ. നമ്മള് ഒരു വിസിൽ അടിച്ചു കഴിയുമ്പോ മീഡിയത്തിലേക്ക് മാറ്റണം. എന്നിട്ട് മാറ്റിയാ മതി. വിസിലൊന്ന് വരണ്ടേ, എന്നിട്ട് നമുക്ക് മാറ്റാം കേട്ടോ. നമുക്ക് മീഡിയത്തിലേക്ക് മാറ്റാം കേട്ടോ. വിസില് വന്നു. ഇനി മീഡിയത്തിൽ കിടക്കട്ടെ. എന്നിട്ട് ആവുമ്പോ നമുക്ക് ഓഫ് ചെയ്ത് നോക്കാം. ഇനി അതിൽ കിടന്നായിക്കോളും.
നമുക്ക് കുക്കർ തുറന്നു നോക്കാം. ഇപ്പൊ എത്ര വിസിൽ? നമ്മള് 7 വിസിൽ അമ്മയെ അടുപ്പിച്ചായിരുന്നു, മീഡിയം കിടന്ന്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വേവെന്ന് അറിയില്ലല്ലോ. ഇനി വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നോടെ വേവിക്കാം. 7 വിസിലാട്ടോ അടിച്ചേക്കണത്. എയറെല്ലാം പോയി വാക്കം മറ്റേ കിട്ടുന്നില്ല പറയാ. എന്നിട്ട് തുറക്കുവാട്ടോ, നോക്കാം. കയ്യിലേക്ക് ആവി പറക്കാതെ നോക്കണം ക്യാമറയിട്ട്. അത് പറക്കില്ല കേട്ടോ. നന്നായിട്ട് വെന്തല്ലോ, കുഴഞ്ഞിട്ടുണ്ട്. ഗ്രേവി ഉണ്ടല്ലേ? പിന്നെ ആവശ്യത്തിനൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് മത്തങ്ങ കിടന്നു കഴിഞ്ഞാൽ അതേ ഗ്രേവി വന്നത്. മത്തങ്ങ അതിലേക്ക് അരിഞ്ഞ് ചേർന്ന് കണ്ടോ. നമ്മള് കറി വെക്കണ സാധാ മത്തങ്ങ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കണതേ നമ്മൾ സ്ഥിരം ചെയ്യണല്ലേ. ഇത് എപ്പോഴും ഈ പുട്ടിന് വേണ്ടി ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കണം. പിന്നെ വേറൊരു ഇതുണ്ട്, ഈ മത്തങ്ങയ്ക്ക് പകരം ചിലര് സവോള ഉള്ളി അരിഞ്ഞും ഗ്രേവി ഉണ്ടാക്കും. അത് നല്ലതാണ്. പക്ഷേ മത്തങ്ങയുടെ ടേസ്റ്റ് ഇച്ചിരൂടെ നല്ലത്. അപ്പ കമ്പനിയിലുള്ളപ്പോ കമ്പനിയിൽ നിന്ന് കൊണ്ടുവന്ന ടിപ്പായത്. ചോദിച്ചവിടെ മനസ്സിലാക്കി കൊണ്ടുവന്ന് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് ഞാനിത് ചെയ്തു തുടങ്ങിയത്. ഇനി നമുക്കിത് ഒലത്താം. നിർത്താൻ പാകായി. അപ്പൊ ചട്ടിയിൽ അമ്മ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഈ വെളിച്ചെണ്ണ മൂത്ത് അതിലേക്ക് നമ്മൾ ഒരു 4 ദളം ചുമന്നുള്ളി, ഒരു 3 ദളം വെളുത്തുള്ളി, ഒരു പിടി വേപ്പില് ചതച്ചതാട്ടോ. അത് ഇതിലേക്ക് ഇട്ട് അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി സ്വല്പം മഞ്ഞപ്പൊടി ചേർക്കണം. ഇളക്കി കൊടുക്കണം. ഏതാണ്ടൊക്കെ സാധാരണ കറി വെളുപ്പം പോലെ. എരിവധികം വേണ്ടാത്തതുകൊണ്ട് മുളക് കുറച്ച് നമ്മൾ ചേർക്കോളെന്ന് മാത്രം. അതെ, പുട്ടിന്റെ കൂടെ സൂപ്പറല്ലേ പയറുകറി. പിന്നെ കഞ്ഞിയുടെ കൂടെ അതിലും സൂപ്പറാണോ? കഞ്ഞിയുടെ കൂടെ പറയല്ലേ. നെല്ലിക്ക കറുപ്പിച്ചതും പയറുകറി ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. അയ്യോ, നെല്ലിക്ക കറുപ്പിച്ചത് കഞ്ഞിയിലേക്ക് ചാലിക്കുമ്പോഴുള്ള രുചി എന്റെ വായിൽ പോടി വരുക. കറുപ്പിച്ചതോടെ ഇരിപ്പുണ്ട്, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നമ്മള്. നെല്ലിക്ക കറുപ്പിച്ചത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ. ബാക്കി ഒരു അരുചിയൊക്കെ വരുമ്പോ ഇച്ചിരി അങ്ങ് കഴിച്ചു കഴിഞ്ഞാൽ നല്ല സൂപ്പറല്ലേ. ട്രഡീഷണൽ ടേസ്റ്റ്. അയ്യോ എന്റെ പൊന്നെ, ഓർപ്പിക്കല്ലേ. നമ്മുടെ വൈൻ പാകായോ? വൈൻ 23-ാം തീയതി ആയിരിക്കണം. 2-ാം തീയതി ഇട്ട് വെച്ചത് നമ്മൾ. 21 ദിവസം പൂർത്തിയായി കഴിഞ്ഞ് 22-ാം ദിവസം നമ്മളായിരിക്കണം. ഉള്ളി മൂത്തു. നമ്മള് ഞാൻ ഇതിലേക്കാട്ടോ ആദ്യം മുളക് പൊടി ചേർത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് ചേർക്കാം. എന്നാന്നറിയാമോ, മഞ്ഞപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കണം. അതുകൊണ്ട് അതെ ഇച്ചിരി മഞ്ഞപ്പൊടി പരവെളുത്തുമ്പോൾ എപ്പോഴും വേണം അങ്ങനെ. ഇത് നമുക്ക് ചീൻചട്ടിയിലേക്ക് 2 കൂടെ ചേർക്കുക. നോക്കിക്കേ. അന്നേരം ഫ്ലെയിം കുറയ്ക്കണം. മീഡിയത്തിൽ കിടന്നോട്ടെ. ചതച്ച മുളക് പൊടിയല്ലേ, മറ്റേ നൈസായിട്ടുള്ള ശരിക്കുള്ള പൊടിയില്ലേ നമ്മളെ മീനിനൊക്കെ ചേർക്കണം. അങ്ങനത്തെ പൊടിയാണെങ്കിൽ ഏറ്റവും ലോയിലേക്ക് മാറ്റണം. ഇത് മീഡിയം ആകുമ്പോൾ ചതച്ച മുളക് പൊടി ആകുമ്പോൾ മീഡിയത്തിൽ കിടന്നാലും കരിയൂല. എനിക്ക് കൂടുതലും ചതച്ചതായി ഇഷ്ടം. ചില സമയത്ത് പക്ഷേ മറ്റേ മുളക് പൊടി വേണം മോനെ. അതായി 2 ഉമ്മടയിൽ സ്റ്റോക്ക് ഉണ്ടാവും എപ്പോഴും. മീനൊക്കെ മീനിന് പിന്നെ വേണമല്ലോ. പിന്നെ മോര് കറി പലതിനും വേണം. അങ്ങനെയുള്ള മൂത്തും. ഇനി നമുക്ക് പയറ് ചേർക്കാം. മറക്കോട്ടോ, മേത്തേക്ക് തെറിക്കും ചിലപ്പോൾ. സൗണ്ട് കേട്ടോ. ഇതിന് കുറച്ച് കോരിയിടാനുണ്ട് കേട്ടോ. നമ്മുടെ പുട്ടിനുള്ള പയറ് പെരളൻ റെഡിയായി. അമ്മ അങ്ങനെയാ പറയണ. കുറച്ച് ഗ്രേവി ഉള്ളതുകൊണ്ട് മത്തങ്ങായുടെ ഉള്ളതുകൊണ്ട് നല്ലൊരു ചെറിയ മതിരിപ്പും നല്ല കുഴയലും നല്ല സ്മെല്ലൊക്കെ വന്നില്ലേ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഉപ്പൊന്നും നോക്കിയേക്കാം അമ്മ. ഉപ്പുണ്ടാകും. മതി. ഇനി ഓഫ് ചെയ്യുക കേട്ടോ. ഓഫ് ചെയ്യുക കേട്ടോ. മമ്മയുടെ സ്പെഷ്യൽ പയറ് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു അല്ലേ മമ്മ? പുട്ടും പയറിനുമുള്ള പയറ് കറി, കഞ്ഞിക്കും പയറിനുമുള്ള കഞ്ഞിക്കുള്ള പയറ് കറി. അതെ, അതുപോലെ തന്നെ പുട്ടിനുള്ള പയറ് കറി വളരെ ടേസ്റ്റിയാണ്. ഞാൻ കുറെ ടേസ്റ്റ് ചെയ്തതായിട്ട്. ഇതിന് പറയണത് പയറ് പെരളൻ. ഗ്രേവിയോട് കൂടിയുള്ളത് കൊണ്ട് സ്വല്പം മത്തങ്ങയൊക്കെ ഇട്ട് ശരിയാക്കണമല്ലോ. അതിന് പറയണ പേരങ്ങനെയാ. അങ്ങനെയാ. നല്ല ടേസ്റ്റ് അല്ലേ? അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. കഞ്ഞി നല്ല ചൂട് കഞ്ഞിയുടെ ഒപ്പം അരികത്ത് ഇത് സ്വല്പം ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കഞ്ഞി എത്ര കഴിക്കുന്നു പോലെ നമുക്ക് അറിയില്ല. ആർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കമന്റ്സ് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ട്ടോ. ഇനി നമുക്ക് മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.